children, welcome to my channel LKLS Star Max class. The page number 35 ഇലുള്ള ഫസ്റ്റ് സം ആണ് കേട്ടോ. So question like find the sum of the first 25 terms of each of the arithmetic sequences given below. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണം നോക്കിയാൽ 11, 22, 33 ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ 25 ടേംസ് ഉണ്ട് കണ്ടോ. സം ഓഫ് ഫസ്റ്റ് 25 terms of each of the arithmetic sequences എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പേജ് 35 ആണ് കേട്ടോ. പേജ് 35 ഫസ്റ്റ് വണ്ണാണ്. ഫസ്റ്റ് വണ്ണിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 11, 22, then what 33 ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഇതിൻ്റെ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് 25 ടേംസ് ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോമുല ഫസ്റ്റ് തന്നെ എഴുതുക. അല്ലെ, ഓൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ഫോമുല എന്തായിരുന്നു? മുന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക. അപ്പോൾ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും കേട്ടോ. xn ഈക്വൽ ടു an പ്ലസ് ബി എന്നാണ്. ഇതിനകത്ത് ഈ എ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് അല്ലേ. എ എന്ന് പറയുന്നതും ഡിഫറൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതും എല്ലാവർക്കും അറിയാം അല്ലേ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. ഏത് സെക്കൻഡ് ടേം? 22 ആണ്. സോ 22 മൈനസ് ഫസ്റ്റ് ടേം. 22 മൈനസ് 11 എന്ന് പറയുമ്പോൾ എത്ര തന്നെ കിട്ടി? നമുക്ക് 11 തന്നെ കിട്ടി. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എ കണ്ടെത്തി. കണ്ടോ, ഇവിടെ എ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? ഈ എ എന്നിന് പകരം നമുക്ക് എന്തെഴുതി? 11 എന്ന് എഴുതി. ഇനി നമുക്ക് ആരും കൂടെ ഉണ്ട്? ബീനെ കണ്ടെത്തണ്ടേ. സോ ബി എന്ന് പറയുന്നതിൻ്റെ ഫോമുല എന്താണ്? എഫ് മൈനസ് ഡി ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം അതാണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം. സോ 11 മൈനസ് ഈ ഡി എന്ന് പറയുമ്പോൾ എന്താ? 11 തന്നെയാണ്. വി ഗോട്ട് വാട്ട്? 0. ക്ലിയർ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 0 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് അതിന് ഒന്നും കൂടി എടുത്ത് കറക്റ്റ് ചെയ്ത് എഴുതിക്കൂടെ? xn ഈക്വൽ ടു 11n പ്ലസ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 11 തന്നെയാണ്. ഓക്കെ, സോ ഇത്രയും മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾക്ക് എന്താ കാണേണ്ടത്? സം ഓഫ് 25 ടേംസ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോമുല ഉണ്ടല്ലോ, അതെടുത്ത് നമുക്കിവിടെ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു ഫോമുല ഉണ്ട്. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറഞ്ഞിട്ടൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോമുല വെച്ചിട്ടാണ് നമുക്ക്, അതായത് ഈ എന്നിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതണം? ഇതുപോലെ എഴുതണം അല്ലേ. n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എഴുതുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 25 ടേംസ് ആണ് കാണേണ്ടത്. സോ നമുക്കിങ്ങനെ എഴുതാം അല്ലേ. S25 കണ്ടോ, സം ഓഫ് 25 ടേംസ് എന്നാണ് ഇതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ 11ൻ്റെ സ്ഥാനത്ത് നമുക്ക് 11 തന്നെയാണ് കൊടുക്കേണ്ടത്. മറ്റിവിടെ എന്താ കൊടുക്കേണ്ടത്? ബ്രാക്കറ്റിൽ ഇവിടെ ഈ എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ 25 എന്നാണ്. ഇനി ഈ n പ്ലസ് 1ൻ്റെ അവിടെ എന്താ വരേണ്ടത്? 25 പ്ലസ് 1 then by 2. ക്ലിയർ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? സം ഓഫ് 25 നമ്പേഴ്സ് ഈക്വൽ ടു ഈ 11 തന്നെ എഴുതി ബ്രാക്കറ്റ് ഇവിടെ 25 ഇട്ടു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 26/2 കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം അല്ലേ. എങ്ങനെ എഴുതിയാലും എന്താ തെറ്റൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓക്കെ, ഇവിടെ തന്നെ കിടന്നോട്ടെ. ഈ 2 ഇതിനകത്തേക്ക് പോലും എത്ര ടൈംസ് പോകും? ഇതാ 13 ടൈംസ് പോയി കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇനി ബാക്കി സം ഓഫ് 25 ടേംസ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എന്താണ്? 11 ഇൻറ്റു 25 ഇൻറ്റു 13 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3575 നമുക്കിവിടെ ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മുടെ ഫോമുല എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ആണ് നമ്മുടെ ഫോമുല. ക്ലിയർ ആയല്ലോ. എന്ന് വെച്ച് 11നെ കളയരുത്. ഈ എന്നിനെ നമ്മൾ ഇതുപോലെ ആക്കി ഇങ്ങോട്ട് എടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 11 ഇവിടെ തന്നെ വേണം. ദെൻ ഈ എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? എവിടെ നിന്നാണ് ഈ 25 വന്നത്? സം ഓഫ് 25 ടേംസ് എന്നാണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 25 ആൻഡ് ഇവിടെ ഒരു n ഉണ്ട്, അവിടെയും 25 ഇട്ട് കൊടുത്തോളുക. ഓക്കെ, പ്ലസ് 1 ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 26 കിട്ടും. ദെൻ ഈ 2 ഇതിൽ കട്ട് ചെയ്ത് പോകും 13 ടൈംസ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം കൂടി ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ സം ഓഫ് 25 ടേംസ് കിട്ടി. ഓക്കെ, സോ നമുക്കെന്നാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്താലോ.
അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ്? 12, 23, 34 ദെൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ്. എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നുള്ള ഫോർമുലയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ എ എന്ന് പറഞ്ഞാലും ഡി എന്ന് പറഞ്ഞാലും ഒരാൾ തന്നെയാണ്. അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം വിച്ച് മീൻസ് 23 മൈനസ് 12. ഈ 23 മൈനസ് 12 റെഡ്യൂസ് ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? ഓക്കെ, കണ്ടോ? 23 മൈനസ് 12, ഇവിടെ 1 കിട്ടി, ഇവിടെയും 1 കിട്ടി. സോ വി ഗോട്ട് വാട്ട്? 11 കിട്ടി. സോ ഇവിടെ അതുപോലെ തന്നെ അല്ലേ, മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ പോലെ തന്നെ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? 11n. ദെൻ ആണ് ബിയെ കണ്ടെത്തുക. ബി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇക്വേഷൻ വരിക? എഫ് മൈനസ് ടി ആണ്, വിച്ച് മീൻസ് ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ്. സോ ഫസ്റ്റ് ടേം മീൻസ് വാട്ട്? 12. ദെൻ ഇത് ഡിഫറൻസ് എത്രയാണ്? 11. സോ വി ഗോട്ട് വാട്ട്? 1 കിട്ടി. റൈറ്റ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ഫോർമുലയിലേക്കൊന്ന് പോവുക അല്ലേ? എസ് എൻ കാണാനുള്ള ഫോർമുല, അതായത് സം ഓഫ് 25 ടേംസ് ആണ്. എല്ലാത്തിലും സം ഓഫ് 25 ടേംസ് അല്ലേ, അതിൽ മാറ്റമൊന്നുമില്ല. സോ ഈ 11 അതുപോലെ തന്നെ എഴുതുക അല്ലേ. പിന്നെ നമുക്കിനി എന്താ വേണ്ടത്? നമ്മുടെ ഫോർമുല നേരത്തെ പറഞ്ഞ സെയിം ഫോർമുല തന്നെയാണ് അല്ലേ. എന്താണത്? എന്നിനെ എങ്ങനെയാക്കി എഴുതേണ്ടത്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. കണ്ടോ? എന്നിനെ നമ്മളിങ്ങനെ എഴുതി. ഇവിടെ ഒരാളും കൂടി ഉണ്ടല്ലോ, +1. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ എഴുതിയിരിക്കുക. ഇനി അടുത്തത് ഈ സമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ എന്താ കിട്ടിയത്? വെറും 11n മാത്രമായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഒന്നും ഇട്ട് വരാണ്ടിരുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, 11n + 1 എന്നാണ് നമുക്കിവിടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടിയത്. സോ 11 അങ്ങനെ തന്നെ എഴുതുക. ദെൻ n ഇൻറ്റു n + 1/2. ഈ +1 എന്നിൻ്റെ ഈ +1ൻ്റെ കൂടെ വീണ്ടും ആരുണ്ട്? n ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചോളുക. ഓക്കെ ആണല്ലോ അല്ലേ? ഈ ഫോമിലേക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ 1 ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരു +1 ഉണ്ട്. സോ ഈ 1ൻ്റെ കൂടെ നമ്മുടെ n വേണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. സി എസ് 25 ഈക്വൽ ടു 11 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ സം ഓഫ് 25 അല്ലേ. സോ 25. ഇനി 25ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എന്താ കിട്ടുക? 26 ആണല്ലോ. സോ 26/2. ഇനി എന്തുണ്ട് ഇവിടെ? +1. എന്നിൻ്റെ സ്ഥാനത്ത് വീണ്ടും ആരെ തന്നെ കൊണ്ടുവരണം? 1 ഇൻറ്റു 25. ക്ലിയർ ആയല്ലോ? കണ്ടോ? ഇവിടെ എന്നിൻ്റെ സ്ഥാനങ്ങളിലെല്ലാം ആരിടണം? നമുക്ക് 25 ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ഇതുപോലെ തന്നെ എന്ത് പോയി? 13 ടൈംസ് ഇവിടെ പോയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നേരത്തെ നമ്മളിതാ ഈ സമ്മിൽ ചെയ്തില്ലേ, 11 ഇൻറ്റു 25 ഇൻറ്റു 13 ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയല്ലോ. സോ അത് തന്നെയാണല്ലോ ഇവിടെ. 11 ഇൻറ്റു 25 ഇൻറ്റു ഇത് കട്ട് ചെയ്തപ്പോൾ 13 വന്നല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ അങ്ങ് എടുത്ത് എഴുതിയാൽ പോലെ. ഇവിടെ കണ്ടോ? 3575 പ്ലസ് 1 ഇൻറ്റു 25 എത്രയാ? 25. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3600. ക്ലിയർ? ഓക്കെ, സോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും തീർന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. 21, 32, 43 ദെൻ ഇങ്ങനെ സീക്വൻസ് അങ്ങ് പോകുന്നുണ്ടല്ലേ. സോ നമുക്ക് ചെയ്യാം. എക്സ് എൻ ഈക്വൽ ടു ഈ സെയിം തന്നെയാട്ടോ, an + b ആണ്. ഇവിടെ എന്താ ഞാൻ പറഞ്ഞ എയും ഡിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം വിച്ച് മീൻസ് 32 മൈനസ് 21 അല്ലേ. ഇവിടെയും എന്ത് തന്നെയാണ് നമുക്ക് ഡിഫറൻസ് കിട്ടുക? 11 തന്നെയാണല്ലോ. കണ്ടോ? ഇവിടെയും 11 തന്നെയാണ് നമുക്ക് ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിച്ചു? നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നിട്ട് എ കണ്ടെത്തി. എ എന്ന് പറയുന്ന ആരാ? 11. പിന്നെ n കൂട്ടിച്ചേർക്കുക അല്ലേ. നമുക്ക് ബി ആണ് വേണ്ടത്. ബിയുടെ ഫോർമുല എന്താണ്? എഫ് മൈനസ് ഡി വിച്ച് മീൻസ് ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ്. ഫസ്റ്റ് ടേം 21, ഡിഫറൻസ് എത്രയാണ്? 11 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. കണ്ടോ? അപ്പോൾ ഡിഫറൻസും കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ ഡിഫറൻസ് അല്ല, ബി കിട്ടി അല്ലേ. ബി ഇതും കിട്ടി. അപ്പോൾ നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. എക്സ് എൻ ഇസ് ഈക്വൽ ടു 11 n + 10 എന്ന് എഴുതി. ഇനി നമുക്ക് എന്താ കൊടുക്കേണ്ടത്? നമ്മുടെ സം ഓഫ് n ടേംസ് കൊടുക്കണം അല്ലേ. n എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്? 25 ടേംസ് ആണല്ലോ. എല്ലാ 5 എണ്ണം തന്നിട്ടുള്ളതിൽ 5ലും അത് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 11 അങ്ങനെ തന്നെ വരണം. ഈ എന്നിനെ എങ്ങനെ വരും? n ഇൻറ്റു n + 1/2 പ്ലസ് 10n. കണ്ടോ? ഇതിനെ ഈ രൂപത്തിലാക്കി നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കാം? എസ് എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സം ഓഫ് 25 ടേംസ് ആണ്. സോ 11 ഇവിടെ ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 25 ആണ്. ഇവിടെ n 25 ആണ്. +1 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 26/2 കിട്ടി. +10 ഇൻറ്റു വാട്ട്? എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 25 കൊടുക്കാം.
ക്ലിയർ ആയല്ലോ അത്? അപ്പോൾ എളുപ്പമല്ല ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 ഇതുപോലെ തന്നെ ഇവിടെ 13 ടൈംസ് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഇവിടെ നമുക്ക് എന്തുണ്ട്, 11 × 25 × 13, പിന്നെ ഇവിടെ പ്ലസ് വരുമ്പോൾ എത്ര കിട്ടി, 250 കിട്ടി. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും, 3825 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ അതാ? സോ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്, 19, 28, 37 ഇതുപോലെ അല്ലേ. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഓൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ആ ഫോർമുല എഴുതി, xn = an + b എന്ന് എഴുതി. ഇവിടെയും എന്ത് തന്നെയാണ്, എനെ കണ്ടെത്താൻ എയും ഡിയും സെയിം തന്നെയാണ്. സോ അത് കണ്ടെത്താൻ സെക്കൻഡ് ടേം വിച്ച് മീൻസ് 28 - 90. സോ 28 - 90 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 9 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നമുക്കിവിടെ കിട്ടിയേ, എ കിട്ടി. എ മീൻസ് എന്താണ്, 9 അല്ലേ. സോ 9n. ഇനി നമുക്ക് ആരെ വേണ്ടേ, ബി വേണം. ബിയുടെ ഫോർമുല എന്താണ്, ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ്. സോ ഫസ്റ്റ് ടേം 19 ആണ്, ഡിഫറൻസ് 9 ആണ്. സോ വി ഗോട്ട് വാട്ട്, ബി = 10 കിട്ടി. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 10. അപ്പോൾ നമുക്ക് xn = 9n + 10 എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടേ, SN-നെ കാണണം അല്ലേ. സോ SN-നെ കാണാനായിട്ട് എന്ത് ചെയ്യണം, ഈ 9 അങ്ങനെ തന്നെ എഴുതുക. n-നെ എങ്ങനെ എഴുതണം, n × n + 1/2 + 10n. കണ്ടോ, 10ൻ്റെ കൂടെയും n വേണം കേട്ടോ. അത് കൊടുക്കാണ്ടിരുന്നാൽ നമ്മുടെ ആൻസർ തെറ്റും. സോ SN എന്ന് പറഞ്ഞാൽ എന്താ, സം ഓഫ് 25 ടേംസ്. സോ 25 ഇവിടെ എഴുതി. ഇവിടെ എന്ത് എഴുതുക, 9 × 25. 25ൻ്റെ കൂടെ ഇവിടെ n 25 തന്നെയാണ്. 1 കൂട്ടി എത്ര കിട്ടി, 26. സോ × 26/2 + 10 × 25, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2 വീണ്ടും ഇതിൽ പോകും അല്ലേ. 2 എത്ര ടൈംസ് പോവും ഇതിനകത്ത്, 13 ടൈംസ് പോയി. ബാക്കി നമ്മൾക്ക് എന്താ ഉള്ളത് ഇവിടെ, 9 × 25 × 13 + 250 ആണുള്ളത്. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്, 3775 ആയിരിക്കും നമ്മുടെ ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യനും. അപ്പോൾ നമ്മൾക്കിനി ഫിഫ്ത്ത് കൂടെ ചെയ്യാം. അപ്പോൾ ഈ സെക്ഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് വൺ എന്താണ്, 1, 6, 11, then ആ സീക്വൻസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. സോ ക്വസ്റ്റ്യൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസർ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, xn = an + b ആണ്. ഇവിടെ എയും ഡിയും ആരാണ്, ഒന്ന് തന്നെയാണ്. സോ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. കണ്ടോ, നമുക്ക് എന്ത് കിട്ടി, 5 കിട്ടി അല്ലേ. അപ്പോൾ ഡിഫറൻസ് ഇവിടെ എ എന്ന് പറയുന്ന സംഭവം കിട്ടി. അതെന്താ നമുക്ക് 5n. ഇനി ആരെ വേണ്ടേ, ബി വേണോ അല്ലേ. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ് ആണ്. സോ ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ, 1 ആണ്. ഡിഫറൻസ് എന്താണ്, 5 ആണ്. സോ വി ഗോട്ട് വാട്ട്, 4 കിട്ടി. വെറും 4 ആണോ, അല്ല അല്ലേ, -4. എന്തുകൊണ്ടാണ്, വലിയ നമ്പർ ഇവിടെ 1 ആണോ 5 ആണോ, 5 അല്ലേ. സോ 5ൻ്റെ മുന്നിൽ ആരാ അവിടെ ഉള്ളത്, നെഗറ്റീവ് ആണ്. സോ ആ നെഗറ്റീവിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തുക. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ നോക്കിയേ, ഇവിടെ -4. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് എഴുതാലോ, xn = 5n - 4 എന്ന് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സം ഓഫ് 25 ടേംസിനെ നമുക്ക് കണ്ടെത്തണം അല്ലേ. സോ SN എന്ന് പറഞ്ഞിട്ട് എഴുതാം. SN എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി, 5, ഇവിടെ n ആണ്. ഇവിടെ എന്ത് വരുന്നു, n + 1/2. ഇവിടെ നോക്കിക്കേ, മൈനസ് ആണ്. സോ തെറ്റെഴുതുക കേട്ടോ. മുമ്പൊക്കെ ചെയ്തതിൽ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആണ്. സോ -4n ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സം ഓഫ് n എന്ന് പറഞ്ഞാൽ എത്രയാണത്, സം ഓഫ് 25 ആണല്ലോ. സോ നമുക്ക് എന്തെഴുതാം, സം ഓഫ് 25 = 5 × എന്താണ് ഇവിടെ വേണ്ടത്, 25 ആണല്ലേ. n എന്ന് പറയുന്നത് 25 ആണല്ലോ, അതായത് ഇതാണ്. അപ്പോൾ ഇവിടെയും 25 + 1 എന്ന് പറഞ്ഞപ്പോൾ എന്താ കിട്ടി, 26/2 - 4 × 25. ക്ലിയർ? അപ്പോൾ 4 × 25 എത്രയാണെന്ന് അറിയാമല്ലോ അല്ലേ, 100 ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ ഇവിടെയും പോയി അല്ലേ, 13 ടൈംസ് പോയി. സോ വി ഗോട്ട് വാട്ട് 5 ×
25 ഇൻറ്റു 13 മൈനസ് 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താണ് 4 5 20 ബാലൻസ് ടു 4 2 7 പ്ലസ് 100 കണ്ടോ. അപ്പോൾ അവിടെ 100 കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അതിൽ നിന്ന് 100 റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1525. മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ഞാനിത് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അല്ലേ? നന്നായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നിലുള്ള വീഡിയോസ് എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.